നമ്മുടെ വീട്ടിലെ വൈദ്യുതി മീറ്റർ റീഡിംഗ് ഇനി സ്വന്തമായി നമുക്ക് തന്നെ രേഖപ്പെടുത്താവുന്നതാണ്. കണ്ടെയ്ൻമെൻറ്റ് സോണുകൾ കൊറോണ കാരണം നമ്മുടെ നാട്ടിൽ കൂടി വരുന്ന സാഹചര്യത്തിൽ KSEB പുതുതായി ഏർപ്പെടുത്തിയ ഒരു സംവിധാനമാണ് ഇത്. ഇത് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ വിശദമായി മനസ്സിലാക്കാൻ ഈ വീഡിയോ മുഴുവനായും കാണുക. അതുപോലെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ വീഡിയോയ്ക്ക് തൊട്ടുതാഴെ കാണുന്ന ചുവന്ന നിറത്തിലുള്ള സബ്സ്ക്രൈബ് എന്ന ബട്ടൺ പ്രസ് ചെയ്യുക. കൂടെയുള്ള ബെൽ ഐക്കൺ കൂടെ പ്രസ് ചെയ്താൽ ഇതുപോലുള്ള ഈ ചാനലിലെ വീഡിയോകൾ നിങ്ങൾക്ക് ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. KSEBയുടെ കറണ്ട് ബില്ല് വരുന്ന ദിവസം തന്നെ നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈലിൽ ഒരു മെസ്സേജ് വരുന്നതായിരിക്കും, ഒരു ടെക്സ്റ്റ് മെസ്സേജ് വരുന്നതായിരിക്കും. ആ മെസ്സേജിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ KSEBയുടെ റീഡിംഗ് രജിസ്റ്റർ ചെയ്യാനുള്ള പേജിലേക്ക് പോകുന്നതായിരിക്കും. ഓർക്കുക, KSEB രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ ഉപയോഗിക്കുന്ന സ്മാർട്ട് ഫോൺ ആയിരിക്കണം നമ്മുടെ കയ്യിലുള്ളത്. അതിനുശേഷം നമ്മുടെ വൈദ്യുതി മീറ്ററിൻ്റെ അടുത്ത് പോയി റീഡിംഗ് അതിൽ ടൈപ്പ് ചെയ്യാവുന്നതാണ്. ടൈപ്പ് ചെയ്തതിന് ശേഷം അതിന് തൊട്ടു താഴെയായി റീഡിങ്ങിൻ്റെ ഇപ്പോൾ കാണുന്ന റീഡിങ്ങിൻ്റെ ഒരു ഫോട്ടോയും നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ക്യാമറയിൽ ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. KSEBയുടെ മീറ്ററിൽ നിന്നും റീഡിങ് എങ്ങനെയാണ് എടുക്കുക എന്നുള്ളത് നമുക്ക് പലർക്കും അറിയില്ലായിരിക്കും. അതും ഞാൻ ഈ വീഡിയോയിൽ തന്നെ ചെയ്ത് കാണിക്കാം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ KSEB അത് ചെക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ നമ്മുടെ ബിൽ നമുക്ക് ഫോണിൽ മെസ്സേജായി ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ മെസ്സേജ് ലഭിച്ചതിന് ശേഷം നമുക്കത് നമ്മുടെ ഫോൺ വഴി തന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് വെച്ച് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാവുന്നതുമാണ്. ഇതുപോലെയുള്ള ഈ കൊറോണ കാലത്ത് കഷ്ടതകൾ അനുഭവിക്കുന്ന ഈ സമയത്ത് KSEB നമ്മൾ ഒരു മാസത്തെ ബില്ല് അടച്ചില്ല എന്ന് കരുതി കണക്ഷൻ കട്ട് ചെയ്യുകയോ അങ്ങനെയുള്ള തുടർ നടപടികളൊന്നും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. പിന്നെ കഴിഞ്ഞ വർഷത്തെ പോലെ, കഴിഞ്ഞ ലോക്ക്ഡൗണിലെ പോലെ ബില്ല് നമ്മൾ ഓരോ മാസം അടയ്ക്കാതെ അത് ഒരുമിച്ചൊരു വലിയ തുകയായി അടയ്ക്കുന്നൊരവസ്ഥ വരാതിരിക്കാനാണ് KSEB ഇതുപോലെ ചെയ്യുന്നതെന്നാണ് അറിഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ മീറ്ററിൽ എങ്ങനെയാണ് റീഡിംഗ് നോക്കുന്നതെന്ന് നോക്കാം. അതിനായി ഞാൻ എൻ്റെ വീട്ടിലെ മീറ്ററിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. നമുക്ക് അവിടെ വെച്ച് നമുക്ക് കണ്ട് മനസ്സിലാക്കാം എങ്ങനെയാണ് മീറ്റർ റീഡിംഗ് രേഖപ്പെടുത്തുന്നതെന്നുള്ളത്. ഇതുപോലെ മുഴുവൻ 8 എന്നുള്ളത് എന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് നോക്കി തുടങ്ങേണ്ടത്. ആദ്യം കുറച്ച് കാര്യങ്ങൾ അതിൽ എഴുതി കാണിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ആദ്യത്തെ തന്നെ BT ഫൈൻ, ബാറ്ററി ഫൈൻ എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ കാണുന്നത് സമയമാണ്. സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഡേറ്റ് വരുന്നതായിരിക്കും. പിന്നെ ലൈനിൽ ഇപ്പോഴുള്ള വോൾട്ട് കാണാം. പിന്നെ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന പിന്നെ കറണ്ട് അളവ് കാണാം, പിന്നെ ആംബിയർ കാണാം. അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ റീഡിങ് കാണുന്നത്. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ കാണുന്ന ഈ 1639 kWh എന്നുള്ളതാണ് നമ്മുടെ റീഡിങ്. ഇതാണ് നമ്മൾ അവർക്ക് അയച്ചു കൊടുക്കേണ്ടത്. ഇത് കുറച്ച് സമയം സ്ക്രീനിൽ നിൽക്കുന്നതായിരിക്കും കാണാൻ പറ്റും. മീറ്ററിൻ്റെ അടുത്ത് പോയി ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കറണ്ടുള്ള സമയത്താണ് നമ്മൾ പോകുന്നത്. ഷോക്ക് ഏൽക്കാൻ സാധ്യതയുള്ളതാണ്, ശ്രദ്ധിക്കേണ്ടതാണ്, നമ്മുടെ കടമയാണ്. ഒരു കാര്യം ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു, നമ്മുടെ ഫോണിൽ മെസ്സേജ് വന്ന ആ ദിവസമാണ് നമ്മൾ ഇതുപോലെയൊക്കെ ചെയ്യേണ്ടത്. എന്നാലേ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. ഇതുപോലെ ഇൻഫോർമേറ്റീവായ വേറൊരു വീഡിയോയുമായി കാണുന്നവരെ താങ്ക് യു.